സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യസ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ഭൂമുഖത്ത് കണ്ണുകളെ തുറക്കുവാൻ ദൈവം നമ്മെ അനുവദിച്ചതിനായി ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ആധുനിക ലോകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ചമയങ്ങളാണ് എന്നൊറ്റ വാക്കിൽ പറയുവാൻ നമുക്ക് സാധിക്കും. എവിടെ നോക്കിയാലും ആധുനികത കാണിക്കുന്ന ചമയങ്ങൾ സർവ്വസാധാരണമായി തീർന്നിരിക്കുന്നു. വേഷവിധാനങ്ങൾ വ്യത്യസ്തമായി, ഭക്ഷണകാര്യങ്ങളിൽ വ്യത്യസ്തതയുണ്ടായി, വാഹനാധികാരങ്ങൾ വ്യത്യസ്തമായി. അങ്ങനെ എന്തെല്ലാം എടുത്താലും അതിലെല്ലാം ഒരു ആധുനികത കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ആധുനികതയുടെ ചമയങ്ങളിൽ ലോകം നിന്ന് തിളങ്ങുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പ്രായഭേദമന്യേ എല്ലാവരും ഒരുപോലെ ചമയങ്ങൾ അണിഞ്ഞിരിക്കുന്നു. വളരെ ചെറിയ പ്രായം മുതൽ തന്നെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ചമഞ്ഞൊരുങ്ങുവാനായി പഠിപ്പിക്കുന്നു. അങ്ങനെ ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നതിലുപരിയായി ചമയങ്ങളാണ് വലുത് എന്ന് വിചാരിക്കുന്ന ഒരു തലമുറയെ നാം അറിയാതെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പണം വാരിക്കോരി ചെലവാക്കുന്നതാണ് ആധുനികത എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു തലമുറയെ നാം കാണുന്നു. പ്രത്യേകിച്ച് വിവാഹാദി കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ചമയങ്ങളും അണിഞ്ഞൊരുക്കങ്ങളും എല്ലാമാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിപ്പിക്കത്തക്ക നിലയിലുള്ള കാര്യങ്ങൾ ഈ അടുത്ത സമയത്ത് നാം കാണുകയാണ്. ഇതിൻ്റെയൊക്കെ ഫലമായി കല്യാണ മണ്ഡപത്തിൽ നിൽക്കുന്ന വധു ഒരു സ്വർണ്ണ വിഗ്രഹം പോലെ കാണപ്പെടുന്നു. വരൻ ഒരു രാജാവിനെ പോലെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ഇതെല്ലാം വാസ്തവത്തിൽ ചമയങ്ങൾ കാരണമാണ്. ഏതാനും ചില നാളുകൾ കഴിയുമ്പോൾ നാം കേൾക്കുന്നതായ വാർത്ത ഒന്നുകിൽ ദുരൂഹ സാഹചര്യത്തിൽ നവവധു ആത്മഹത്യ ചെയ്തു എന്നോ, സ്റ്റൗ പൊട്ടിത്തെറിച്ച് നവവധു കൊല്ലപ്പെട്ടു എന്നൊക്കെ ആകാം. മുമ്പെങ്കും കണ്ടിട്ടില്ലാത്ത ഈ ചമയങ്ങൾ എങ്ങോട്ടാണ് നമ്മെ വലിച്ചുകൊണ്ടു പോകുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ടുന്നതായ ഒരു കാര്യമാണ്. ദൈവവചനം ഇതേ സംബന്ധിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കാം. 32-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? വാസ്തവത്തിൽ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയും വിചാരിക്കുന്നത് അവരുടെ യജമാനൻ അവരെ അണിയിച്ചിരിക്കുന്ന മുഖപ്പട്ടയും കടിഞ്ഞാണും വലിയ ചമയങ്ങളാണ് എന്ന് തന്നെയാണ്. എന്നാൽ ഈ ചമയങ്ങൾ അവയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി യജമാനന്റെ കയ്യിലുള്ള ഉപാധികളാണ് എന്ന് തിരിച്ചറിയുവാൻ അവയ്ക്ക് സാധിക്കുന്നില്ല. ദൈവവചനം നമ്മോട് പറയുന്നതും ഇതേ കാര്യം തന്നെയാണ്. ലോകം നമുക്ക് സമ്മാനിക്കുന്ന ചമയങ്ങൾ വാസ്തവത്തിൽ നമ്മെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാണുകൾ തന്നെയാണ്. നാം അറിയാതെ നമുക്ക് ലഭിക്കുന്ന ചമയങ്ങളായിട്ടുള്ള ആടയാഭരണങ്ങളോ അലങ്കാരങ്ങളോ എന്തു തന്നെയായിരുന്നാലും അതെല്ലാം വാസ്തവത്തിൽ ലോകത്തിൻ്റെ കയ്യിലുള്ള ചില കടിഞ്ഞാണുകളും നിയന്ത്രണ ഉപാധികളുമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ദൈവവചനം നമ്മോട് പറയുകയാണ്: നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും പോലെ ആകരുത്. ഈ ലോകം നമുക്ക് കാണിച്ചു തരുന്ന വഴികളും നമുക്ക് നൽകുന്നതായ ഉപദേശങ്ങളും വലിയ വിപത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ 32-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. വാസ്തവത്തിൽ നാം നടക്കേണ്ടുന്ന വഴി ദൈവമാണ് നമ്മെ കാണിച്ചു തരുന്നത്. ദൈവവചനത്തിലൂടെ ദൈവം നമ്മെ കാണിച്ചു തരുന്ന വഴിയിലൂടെ മുൻപോട്ട് ജീവിക്കുവാനാണ് ദൈവം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ലോകം നമ്മെ ആധുനികതയുടെ പേരിൽ അണിയിച്ചൊരുക്കുന്ന ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് നമ്മെ വലിച്ചു കൊണ്ടുപോകുന്ന വഴി വാസ്തവത്തിൽ നിത്യമായ നരകാഗ്നിയിലേക്കുള്ള വഴിയാണ്. ഏതാണ് യഥാർത്ഥമായ വഴി? എന്താണ് യഥാർത്ഥമായ സത്യം? കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ തിരുവായി മൊഴിഞ്ഞു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അരികിൽ എത്തുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവാണ് യഥാർത്ഥ വഴി. അവിടുന്നാണ് സത്യം.
ആ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ആരും പിതാവായ ദൈവത്തിൻ്റെ അരികിൽ എത്തുന്നില്ല എന്ന് ദൈവവചനം നമ്മെ അറിയിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ ചമയങ്ങൾ ഇട്ടതുകൊണ്ടോ ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളിലൂടെ പോയതുകൊണ്ടോ ഒന്നും ഒരിക്കലും ദൈവത്തിങ്കിലേക്ക് ചെല്ലുവാൻ സാധിക്കുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് പിതാവായ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാനും ദൈവത്തെ ആരാധിക്കുവാനും സാധിക്കും. അവർക്ക് പാപക്ഷമ ലഭിക്കുന്നു, ജീവിതത്തിൽ മോക്ഷം ലഭിക്കുന്നു, നിത്യത മുഴുവനും വലിയവനായ ദൈവത്തോടുകൂടെ ജീവിക്കുവാൻ അനുവാദം ലഭിക്കുന്നു. ആ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ താങ്കൾക്ക് ഇതുവരെയും സാധിച്ചില്ല എങ്കിൽ എന്നോട് ചേർന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കുക: കർത്താവായ യേശുവേ, എനിക്ക് അങ്ങേ ആവശ്യമാണ്. അവിടുന്ന് എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പരിപാവനമായ രക്തം എനിക്ക് വേണ്ടി ഒഴുക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങേ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. എന്നെ അവിടുത്തെ വകയാക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചുവെങ്കിൽ ദൈവം താങ്കളുടെ പാപമെല്ലാം ക്ഷമിച്ചു തന്നിരിക്കുന്നു. ദൈവ പൈതലായി താങ്കളെ സ്വീകരിച്ചിരിക്കുന്നു. തുടർന്നും ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. മഹത്തായ സന്ദേശം മറക്കാതെ കേൾക്കുവാൻ സ്വർഗീയ നാദം ദ ഹെവൻലി വോയിസ്. ജീവനേകും സ്നേഹമൊഴികളേശുനാഥനിൽ നിറഞ്ഞ തേൻമൊഴികൾ ആത്മനാഥനിൽ ഇമ്പശബ്ദമെന്റെ കാതു കേട്ടിടാം. എവിടെയേതു നേരവും നിൻ ശബ്ദം കേട്ടിടാം. ഇമ്പശബ്ദമെന്റെ കാതു കേട്ടിടാം. എവിടെയേതു നേരവും നിൻ ശബ്ദം കേട്ടിടാം. എന്നാശയാകും യേശുവേ, എന്നോഹരിയാം രാജനെ, നിന്നെ മാത്രമെന്നും കാണുവാൻ. സുന്ദരനാം കാന്തനെ, വന്ദിതനാം യോഗ്യനെ, നിന്നെ മാത്രമെന്നും കാണുവാൻ.